ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ NLP കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താമെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഐ ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. അവര് പോലും അറിയാതെ തന്നെ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് സബ്മോഡാലിറ്റീസ് ആണ്. സബ്മോഡാലിറ്റീസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാനും അതനുസരിച്ച് മാറ്റം കൊണ്ടുവരാനും സാധിക്കും. ഒരാളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വേണമെങ്കിൽ നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കിൾ ഓഫ് എക്സലൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിഷൻ ബോർഡ് വി ക്യാൻ യൂസ്. നമുക്കതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടീനാണ്, ഒരു പാറ്റേൺ ഓഫ് ലീവിംഗ് ആണ്. അത് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് മോർണിംഗ് ആണ്. നമ്മുടെ മോർണിംഗ് റൊട്ടീൻ എങ്ങനെ വേണം അതുപോലെ ഇരിക്കും നമ്മുടെ അന്നത്തെ ദിവസം. എത്ര മനോഹരമാക്കാൻ പറ്റുമോ മോർണിംഗ് അത്രയും മനോഹരമാക്കാൻ നോക്കുക. അത് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആണ്. ഫ്രം ദി ബിഗിനിങ് വി സ്റ്റാർട്ട് റിമെമ്പറൻസ്. ഒരാളുടെ പേര് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തം എന്ന് പറയുന്നത് അയാളുടെ പേര് മാത്രമാണ്. അയാളുടെ പേര് മറ്റൊരാൾ ഓർത്ത് വെക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് കിട്ടാനില്ല. നമ്മൾ വലിയ പരിചയമില്ലാത്ത ഒരാള് നമ്മുടെ പേര് വിളിച്ചാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ വി ഗെറ്റ് റെസ്പെക്റ്റഡ്. ഹി റിമെമ്പറൻസസ്. അത് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. വി ഹാവ് ടു റിമെമ്പർ എ നെയിം. ദെൻ നമുക്കൊരു ബിഹേവിയർ ചേഞ്ച് വേണം. നമുക്ക് വേണ്ടാത്തൊരു സ്വഭാവം പെട്ടെന്ന് മാറ്റണം. വി ക്യാൻ യൂസ് സ്വിച്ച്. സ്വിച്ച് ക്യാൻ ചേഞ്ച് എ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി. വി ക്യാൻ സീ ഫ്രം ദെയർ ഫേസ് എന്ത് മാറ്റമാണ് അവർക്ക് സംഭവിക്കുന്നത്. അതേപോലെ ഫ്യൂച്ചർ എങ്ങനെ വേണമെന്ന് നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും NLP വഴി. 6 സ്റ്റെപ്പ് റീഫ്രെയിമിംഗ് എനിക്കിവിടെ കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു ക്ലിയർ പിക്ചറാണ്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് ഡെയിലി നമ്മുടെ സബ് കോൺഷ്യസുമായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം, സബ് കോൺഷ്യസ് എങ്ങനെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും, നമുക്കത് എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അതെങ്ങനെ കൊടുക്കാൻ പറ്റും. വി ക്യാൻ ടേക്ക് ഡിസിഷൻസ്, റൈറ്റ് ഡിസിഷൻസ്, മറ്റൊരാളെ ഹെൽപ്പ് ഇല്ലാതെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും വേണ്ടത് അതുമാണ്. അതായത് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ മറ്റൊരാൾ യൂസ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും അവരവരുടെ വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പാർട്ട് ഇന്റഗ്രേഷൻ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. കാര്യം നമ്മുടെ എന്തൊരു ഇന്റൻഷൻ നടന്നാലും എന്തൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ജെനുവിനായ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. നോബഡി ക്യാൻ ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഡിസ്ട്രോയ് us. ഇതാണ് ഞാൻ ഇവിടെ വന്ന് പഠിച്ചത്. ഇത് മറ്റുള്ളവരുടെ ലൈഫിൽ കൊടുക്കാൻ സാധിച്ചാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസായിരുന്നു.